ഞാനേ ഈ കഴിഞ്ഞ ദിവസം പുസ്തക വായനയെ പറ്റി കുറച്ച് അവിടെ ഇവിടെയൊക്കെ വായിക്കുന്ന സമയത്ത് ഈ സിഇഒ വേൾഡ് ഫേമസ് സിഇഒസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ബിൽ ഗേറ്റ്സ്, വാറൻ ബഫേ, എലോൺ മസ്ക്, ഈ ടി വി അവതാരകയായ ഓഫ്ര വിൻഫ്രേ, ഇതുപോലത്തെ സക്സസ്ഫുള്ളായ ആൾക്കാരുടെ ഹാബിറ്റുകളെ പറ്റി വായിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ 60 ബുക്ക്, ഇവരെല്ലാവരും 60 ബുക്ക് ഒരു വർഷം വായിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് എന്തൊരു തള്ളാണത്, നടക്കുന്ന കാര്യമാണ് 60 ബുക്ക് ഒരു വർഷം. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ക്യൂരിയസ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വായിച്ചതിനെപ്പറ്റി. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയും. സംഭവം എന്താണെന്ന് വെച്ചാലേ, ഇതിപ്പോൾ നമ്മൾ ഈ 60 ബുക്കെന്ന് വിചാരിക്കുമ്പം ട്രൈ ടു പിക്ചർ ഇറ്റ് ലൈക്ക് ദിസ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സിഇഒ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഹെഡാണ് പുള്ളി. ഈ ഒരു ദിവസം 3 മണിക്കൂർ 3.5 മണിക്കൂർ ഒരു പുസ്തകം പിടിച്ചുകൊണ്ടിരുന്ന് വായിക്കാൻ അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം അവർ ഇത് ചെയ്യുന്നത് വേറൊരു രീതിക്കാണെന്ന് നമ്മളാദ്യം മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ അവരിൽ മിക്കവരും ഈ കവർ ടു കവർ, അതായത് ബുക്കിൻ്റെ ഫ്രണ്ട് കവർ മുതൽ അവസാനത്തെ ബാക്ക് പേജ് വരെ, അവസാനത്തെ ലൈൻ വരെ വായിക്കണമെന്ന് നിർബന്ധമുള്ളവരായിരിക്കില്ല. ചിലപ്പം ചിലർ അതിൽ ഓഡിയോ ബുക്ക് കേൾക്കുന്നവരായിരിക്കാം. അവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഓഡിയോ ആയിട്ട് കേൾക്കുന്നവരായിരിക്കാം. അങ്ങനെ പല പല മാർഗേന ഈ 60 ബുക്ക് കൺസ്യൂം ചെയ്യുന്നവരായിരിക്കാം ഈ സിഇഒകൾ. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത്രയും മണിക്കൂറുകൾ അവർ ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രാക്ടിക്കലായിട്ട് ഇതിനെ നമ്മൾ ഒന്ന് സമീപിക്കാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ശരാശരി സിഇഒ ഒരു പുസ്തകം വായിക്കുന്നത് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെയാണ്. അതായത് അവരുടെ സമയം, ഓഫ് കോഴ്സ് അവരെല്ലാവരും ബെറ്റർ ടൈം മാനേജ്മെൻറ്റ്, വളരെ എഫിഷ്യൻ്റായിട്ട് ടൈം മാനേജ് ചെയ്യുന്നവരായിരിക്കുമല്ലോ അവരെല്ലാവരും. അപ്പോൾ അവരുടെ ഒരു ദിവസത്തെ ജോലിക്ക് ആവശ്യം അല്ലെങ്കിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ അവരെങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നോ, അതുപോലെ റീഡിങ്ങിന് വേണ്ടിയിട്ട്, ബുക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് സമയം ഷെഡ്യൂൾ ചെയ്യുന്നവരായിരിക്കും അവരെല്ലാവരും. ഓക്കെ, അതൊരു കാര്യം. 2, ഇവർ വായിക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു പർപ്പസ് ഡ്രിവനായിട്ടായിരിക്കത്തില്ല നമ്മളൊക്കെ വായിക്കുന്നത്, പക്ഷേ അവരൊക്കെ ഒരു പർപ്പസ്, അതായത് ഈ ബുക്കിലൂടെ എനിക്ക് എന്ത് കിട്ടും, ഇത്രയ്ക്ക് പേജുണ്ട്, ഞാൻ എത്ര സമയം ഇതിന് ഡിവോട്ട് ചെയ്യും, എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്ന ഒരു ക്ലിയർ ഡെഫിനിഷൻ അവർ ആദ്യം ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും, ആ ഒരു പർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും അവർ വായിക്കുന്നത്. പിന്നെ ഇൻസൈറ്റിന് വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് എനിക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത്, മനസ്സിലായില്ലേ, എന്ത് ഇൻഫർമേഷൻ, എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊരു ക്ലാരിറ്റി അവരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ. അതായത് ഒരു ശരാശരി സിഇഒ ഒരു ബുക്ക് വായിക്കുന്നത് ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ബെറ്റർ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടും ബെറ്റർ തിങ്കിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഈ സിഇഒ ലോകവും പുസ്തകങ്ങളുമായിട്ടുള്ളൊരു ബന്ധം. ഇനിയും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം, ഇത് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ചെയ്യുവാണെങ്കിൽ തന്നെ ഈ ഹാബിറ്റിനെ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ബെനിഫിറ്റ് വരുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഒന്ന്, നമുക്കിതിൻ്റെ ഒരു മാത്സ് ഒന്ന് മനസ്സിലാക്കാം, ഇതിൻ്റെ കണക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ. 60 ബുക്ക് ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബുക്ക് ഒരു മാസമാണ്. ഒരു ശരാശരി പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 300 മുതൽ 350 പേജ് വരെ ഉണ്ടാവും അതിൻ്റെ ഒരു ഇത്. ഓക്കെ. 300 മുതൽ 350 പേജ് ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഒരു ദിവസം നമ്മൾ 60 പേജ് വായിക്കണം. ഓക്കെ. ഇനിയും 60 പേജ് വായിക്കാൻ നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സിഇഒസും അവരുടെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ ആയിരിക്കും റീഡിങ്ങിന് വേണ്ടിയിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഒരു ദിവസം, ഒരു ശരാശരി ദിവസത്തിൽ 2 ഭാഗമായിട്ട്, 2 സ്ലോട്ടായിട്ട് നമുക്ക് സമയം ഇതിനെ ഡിവോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, രാവിലെ ഒരു 30 മിനിറ്റും വൈകുന്നേരം, കാരണം രാവിലെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ അവരവരുടെ ഓഫീസുകളിലും പോകേണ്ട ഒരു തിരക്കേറിയ ഒരു സമയമായതുകൊണ്ട് രാവിലെ നമുക്കൊരു അരമണിക്കൂർ എല്ലാം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു 30 മിനിറ്റ്സിൻ്റെ സ്ലോട്ട് രാവിലെ വെക്കുക. വൈകുന്നേരം പിന്നെ നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് മേ ബി ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു 45 മിനിറ്റ്സിൻ്റെ സ്ലോട്ടും വെച്ച് നമുക്ക് പുസ്തക വായനയ്ക്ക് ആദ്യം നമുക്ക് സമയം ഡിവോട്ട് ചെയ്യാം. ഓക്കെ. ഇനിയും വായനയുടെ സ്പീഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 2 തരത്തിൽ
വായിക്കുന്നവരുണ്ട്. ഒന്ന് ഫാസ്റ്റ് റീഡേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, ഒന്ന് സ്ലോ റീഡേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. ഫാസ്റ്റ് റീഡേഴ്സിന് പിന്നെയും കാര്യങ്ങൾ സിമ്പിളാണ്. ഈ പറയുന്ന പോലെ 2 സ്ലോട്ട് ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് മേ ബി ഒരു 30 പേജോ അല്ലെങ്കിൽ 35 പേജോ 40 പേജ് വരെ വായിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അവർക്കൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ രാവിലെ ഒരു 30 പേജ്, വൈകുന്നേരം ഈ പറയുന്ന പോലെ 45 മിനിറ്റിൽ ബാക്കി ഒരു 30-40 പേജ് ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ദിവസം 60-70 പേജ് ആയിക്കഴിഞ്ഞു. അത് വളരെ സിമ്പിളാണ്. ഫാസ്റ്റ് റീഡേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാണ്. ഇനി എന്നെ പോലുള്ള ഞാനൊരു സ്ലോ റീഡറാണ് ഗൈസ്. ഞാൻ ഭയങ്കര പതുക്കെ വായിക്കുന്ന ഒരാളാണ്. ഞാൻ വായനാശീലമുണ്ട്, പക്ഷേ പതുക്കെയാണ് ഞാൻ വായിക്കുന്നത്. അതായത് എൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി 30 മിനിറ്റിൽ ഞാൻ വായിക്കുന്നത് ഒരു 10 പേജോ 15 പേജൊക്കെ മാക്സിമം ആണ്. ഓക്കെ, പക്ഷേ ആ സാധനം അതെന്തുകൊണ്ടാണ് ഞാൻ സ്ലോലി വായിക്കുന്നതിനെ പറ്റി ഞാൻ കുറച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ സ്ലോ റീഡേഴ്സിൻ്റെ കാര്യമാണ്. ഈ സ്ലോ റീഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവശ്യപ്പെടുന്ന ആൾക്കാരാണ്. അതായത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് വായിക്കണം, സംഭവങ്ങളൊക്കെ പറ്റി അറിയണം. അതായത് പ്രത്യേകിച്ച് ഒരു ഹിസ്റ്ററി ബുക്കൊക്കെ വായിക്കുവാണെങ്കിൽ ഈ സംഭവം ഓക്കെ, ഏതെങ്കിലും ഒരു സംഭവം നടന്നതിനെ പറ്റി നമ്മൾ വായിക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായോ, നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ തന്നെ ഫോൺ എടുക്കുന്നു, ഇപ്പോൾ ഈ സംഭവത്തെപ്പറ്റി നമ്മൾ ഗൂഗിൾ ചെയ്യുന്നു, കുറച്ചുകൂടെ ഇൻഫോർമേഷൻ അങ്ങനെ സമയം പോകുന്നു. ഓക്കെ, പിന്നെ ഒരു ലൈൻ തന്നെ നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ ഒരു ലൈൻ വായിക്കുമ്പോഴേക്കും എങ്ങനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് വായിക്കും, എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ റീഡിങ് ഇസ് എ പ്രോബ്ലം. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ഒരു ലൈനിനെ വീണ്ടും വായിക്കുക എന്നുള്ളൊരു ശീലം നമുക്കുണ്ട്. 2, ഈ പറയുന്ന പോലെ എല്ലാ ലൈനിനെയും ഒരേ ഇൻറ്റൻസിറ്റിയിൽ വായിക്കാൻ നമ്മൾ ശ്രമിക്കും. മനസ്സിലായോ? അതായത് സെയിം ഇൻറ്റൻസിറ്റിയിലായിരിക്കും നമ്മൾ വായിച്ചു പോകുന്നത്. മനസ്സിലായില്ലേ? അതും ഈ പറയുന്ന പോലെ ഒരു സമയം കൊല്ലിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളെല്ലാം മെമ്മറൈസ് ചെയ്യാൻ ചിലപ്പോൾ ശ്രമിക്കുമായിരിക്കും. പ്രത്യേകിച്ച് ഹിസ്റ്ററി ബുക്സൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വേൾഡ് വാർ 2 പറ്റി നമ്മളൊരു പുസ്തകം വായിക്കാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇപ്പോൾ ഒരു ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡിനെ പറ്റി നമ്മൾ വായിക്കുകയാണ്. ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡിനെ പറ്റി നമ്മൾ വായിക്കുന്ന സമയത്ത് ജർമ്മൻ ഫോഴ്സസ് സ്റ്റാലിൻഗ്രാഡിൽ എത്തിയ സമയത്ത് അവരുടെ അടുത്തൊരു 100 ടാങ്ക്സിൻ്റെ ഒരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു എന്നൊക്കെ. 100 ടാങ്കിൻ്റെ, അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, 100 ടാങ്ക് ഉണ്ടായിരുന്നു, അവർ ഇന്ന ഡേറ്റിനാണ് വന്നത്. കാരണം നമുക്കത് വേറെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും നമ്മളിത് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ സ്ലോ റീഡിങ്ങിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ. അപ്പം ഇതിനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ ചെയ്യാൻ വേണ്ടി, ഇത് നല്ല ശീലങ്ങളാണ്, പക്ഷേ നമ്മുടെ വായനയുടെ സ്പീഡിനെ ഇത് ബാധിക്കും. ഓക്കെ, നമ്മുടെ റിസൾട്ട്സിനെ ചിലപ്പോൾ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്യാം. ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ലൈനിനും ഒരേ ഇൻറ്റൻസിറ്റി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ റീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായ രീതിയിൽ അതിനെ മൊത്തം മനസ്സിലാക്കിയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു ഷാഠ്യം മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക. ഒരു 70-80% ഒരു ലൈനിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂവ് ഓൺ. ഓക്കെ, ഒരു 70-80% നമുക്ക് മനസ്സിലായി. ഓക്കെ, ഒരു പാരഗ്രാഫ് വെച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പോൾ മൂവ് ഓൺ, മുമ്പോട്ട് പോവുക, അടുത്തിലോട്ട് പോവുക. ഓക്കെ, അതൊരു സംഭവം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2, ഒരു പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇത് ഹോമോ ഡിയോസ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. യുവൽ നോവ ഹറാറിയുടെ ബുക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഫിംഗർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലൊരു പേന യൂസ് ചെയ്യുക. ഓക്കെ, ഇതിനെ പേസർ എന്ന് പറയും. നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് തന്നെ നമ്മുടെ സ്പീഡിനെ നിയന്ത്രിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കണ്ണ് മോഷനെ ഫോളോ ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ കണ്ണുകൾക്കുണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈ വിരൽ കൊണ്ട് നമ്മൾ നമ്മുടെ സ്പീഡിനെ നിയന്ത്രിക്കണം. ഈ വിരൽ പോകുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണും പോകണം. മനസ്സിലായോ? ഈ വിരൽ നിൽക്കാൻ പാടില്ല. വിരലിങ്ങനെ പോകുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണ് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചിന്തയും നമ്മുടെ മൈൻഡിനെ ഡൈവേർഷനൊക്കെ ആ പരിപാടി ഒഴിവായി കിട്ടും. അപ്പോൾ ഒന്നേ നമ്മുടെ വിരൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലൊരു പേന ഉപയോഗിച്ച് ഇങ്ങനെ നമ്മുടെ പേസിനെ നിയന്ത്രിക്കാൻ നമുക്ക്. ഇതൊരു വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹാബിറ്റാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 1 70-80% മനസ്സിലാക്കി കഴിഞ്ഞാൽ മുന്നേറുക, മൂവ് ഓൺ ചെയ്യുക. 2, ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വിരലോ അല്ലെങ്കിൽ പേനയോ ഉപയോഗിച്ച് നിങ്ങളുടെ പേസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇതാണ് മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട്സ്, നല്ല വ്യത്യാസം നിങ്ങളുടെ പേസിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 4-5 പേജെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് വായിക്കാൻ ഇതുകൊണ്ട് പറ്റും. സിമ്പിളാണ്. ഇതുകൂടാതെ ഒരു കാര്യം, പുസ്തകം വായിക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഫോൺ മാറ്റി വെക്കുക,
മൾട്ടി ടാസ്കിങ് പാടില്ല, വേറെ ഒരു കാര്യത്തിലും നമ്മുടെ ശ്രദ്ധ ചെലുത്താതെ പുസ്തകം വായന അരമണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ആ ഒരു സമയത്തേക്ക് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ പരിപാടി എങ്ങനെയെങ്കിലും നമുക്ക് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം നോ ഡൈവേർഷൻസ്, നോ മനസ്സിനെ വേറെങ്ങും ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ റിയലിസ്റ്റിക്കായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാം ഗൈസ്. ഈ 60 ബുക്ക് എന്നൊക്കെ പറയുന്നത് അതൊരു ടാർഗറ്റിന് നല്ലതാണെങ്കിലും അതിനെ വളരെയധികം സീരിയസ് ആയിട്ടൊന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ 60 ബുക്കിൻ്റെ സ്ഥാനത്ത് നിങ്ങളൊരു 30 ബുക്കാണ് വായിക്കുന്നതെന്ന് വിചാരിക്കുക ഒരു ദിവസം. എന്നാൽ തന്നെയും ലോകമെമ്പാടുമുള്ള വായനക്കാരിൽ നിങ്ങൾ ടോപ്പ് 1% എത്തി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സാധാരണഗതിയിൽ ആൾക്കാർ വർഷം 1 ബുക്കോ 2 ബുക്കോ 3 ബുക്കോ ഒക്കെ ആയിരിക്കും വായിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു 30 ബുക്ക് ഒക്കെ സുഖമായിട്ട് വായിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ 60 ബുക്കിൻ്റെ ഒരു ടാർഗറ്റ് വെച്ചാൽ തന്നെയും അതിനെ വളരെ സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്യാതെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നിടത്തോളം ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഇസ് ദി ഓൺലി കീ. ഓക്കെ, അല്ലാതെ വേറെ ഇതിൽ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ ഒരു സ്ലോ റീഡറാണ്, പക്ഷേ വായനാശീലം ബിൽഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഈ CEO's ഹാബിറ്റൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്ത് സ്വന്തം ലൈഫ് എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളെ തൊട്ട് നമുക്കൊരു 30 മിനിറ്റ് വൈകുന്നേരത്തെ രാവിലെ ഒരു 30 മിനിറ്റിൻ്റെ ടൈം സ്ലോട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് റീഡിങ് ഹാബിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന ചെറിയ ചെറിയ ഐറ്റം അവിടെ ഇവിടെ വെക്കുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് അടിപൊളിയായിട്ട് ഒരു 30 ബുക്ക് ഒരു വർഷം സുഖമായിട്ട് വായിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഈ സ്പീഡിൽ വായിച്ചു പോയിട്ട് ഈ എണ്ണം ഒരു റേസ് ഒന്നും അല്ലല്ലോ, നമുക്ക് ഈ സാധനം മനസ്സിലാവണ്ടേ, എന്നാലല്ലേ ഇതിൻ്റെ ഗുണമുള്ളൂ. അപ്പോൾ ആ സാധനം നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ പേസിൽ വായിച്ച് കൺസിസ്റ്റൻസിയാണ് കീ. കൺസിസ്റ്റൻ്റായിട്ട് വായിച്ച് ഡെയിലി 30 മിനിറ്റെങ്കിൽ 30 മിനിറ്റ് ഡെയിലി സമയം കൊടുത്ത് പുസ്തകം വായിച്ച് നമുക്ക് മുന്നേറാം. വൈ? ബിക്കോസ് ദ പീപ്പിൾ who consistently read think differently, and the people who think differently lead differently. വ്യത്യസ്തമായ രീതിയിൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് നമുക്ക് മുന്നേറണം ഗൈസ്. അതായിരിക്കണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോർസീ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ അതായിരിക്കണം. സോ ദാറ്റ് വി ലീഡ് ഡിഫറെൻ്റ്ലി ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, സോ വിത്ത് ദിസ് മെസ്സേജ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. Hasta la vista guys.